ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭക്ഷണം നിയന്ത്രിച്ച് നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് കഴിക്കുവാൻ കഴിയും. അതാണ് ആദ്യത്തെ കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത്, നമ്മൾ കുടിക്കുന്ന ജലം, കുടിവെള്ളം അത് വളരെ സൂക്ഷ്മതയോടെ കുടിക്കുക. എന്താണ് ശരിക്കും ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ഗുണമാക്കി മാറ്റുന്ന എങ്ങനെയുള്ള വെള്ളം കുടിച്ചാലാവും, അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട്, മൂന്നാമത്തെ കാര്യം, നമ്മൾ ശ്വസിക്കുന്ന വായു വളരെ ശ്രദ്ധിക്കണം. പൊടിപടലവും ദുഷിച്ച വാതകങ്ങളും ഒക്കെ ശ്വസിക്കാതിരിക്കുക. ബെഡ്റൂമിൽ എന്തെങ്കിലും ദോഷം വരുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും രാവിലെ ഇളം വെയിൽ കൊള്ളുക. ഇളം വെയിൽ രാവിലെയും വൈകുന്നേരവും പറ്റുമെങ്കിൽ കൊള്ളുക. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ഏകദേശം ഒരു 70% നമുക്ക് രോഗമില്ലാതെ ജീവിക്കുവാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അടിസ്ഥാന അറിവെന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും ഒരു 4 കാര്യങ്ങളാണ്. ഇനി 5ാമതായി ഒരു അറിവുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. അപ്പം പുറം ലോകത്ത് നിന്ന് വരുന്ന വിഷയങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഫിൽട്ടർ ചെയ്തേ പറ്റുള്ളൂ, നോക്കാനല്ല പറ്റുള്ളൂ. അങ്ങനെ ചെയ്യേണ്ടത്. കാരണം പുറത്തുനിന്ന് പല സംഭവങ്ങളും നമ്മളെ ആകർഷിക്കും. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മുടെ നാളേക്കുള്ള ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ളതാണോ നമ്മൾ നിരീക്ഷിക്കണം. ആ വസ്തുക്കൾ ഉള്ളിലേക്ക് പോയിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് പിന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് അതിനു വേണ്ടി സമയം കളഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുമ്പോൾ മുമ്പേ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഭക്ഷണം, വെള്ളം, വായു, സൂര്യപ്രകാശം, ഇത് 4ഉം കൊളാപ്സ് ആക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ കഴിയാതെ വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിക്കുക. നമ്മുടെ ഉള്ളിൽ എന്ത് തരത്തിലുള്ള ചിന്തകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് നാളേക്ക് ഗുണമുള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേദന അനുഭവിക്കുന്നുണ്ടോ, ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ അറിവ് മനസ്സിലാക്കിയാൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല.